ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും ഫാമിലി ഇഷ്യൂസ്. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയിട്ട് അത് കാണുന്നില്ല, രണ്ടുപേരും വീഡിയോ മുക്കി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം വീഡിയോ ഒക്കെ മാറ്റാനായിട്ട് ഒരുമിച്ച് തീരുമാനം മാറ്റിയതായിരിക്കും. പക്ഷേ പബ്ലിക് 19 ലക്ഷം പേര് മേളിൽ കണ്ട വീഡിയോസൊക്കെയാണ്. അപ്പം ഒരിക്കലും പബ്ലിക്കിൻ്റെ മനസ്സിൽ നിന്നൊന്നും പോകത്തില്ല. അപ്പം അവർക്കിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെയൊന്നും വീഡിയോ ഒന്നും ഇടണ്ടായിരുന്നു, എല്ലാവരും ഒക്കെ വലിയ പ്രശ്നമാക്കിയല്ലോ, ഇതൊക്കെ കേസും കാര്യങ്ങളൊക്കെ ആവുമെന്ന് ഇപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും. എന്നാലും നമ്മളിങ്ങനെ സാധാ വീട്ടമ്മമാരിങ്ങനെ അവരുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. അന്നേരമാണ് അവരുടെ ഫാമിലിയിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണ റിയാക്ഷൻ വീഡിയോ പോലത്തെ ഒരു വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യാറില്ല. പക്ഷേ ഇതിനെപ്പറ്റി കുറച്ച് പറയണം എന്ന് എനിക്ക് തോന്നി. ഇപ്പം അവർക്ക് ഇപ്പം പ്രണവിനെയും അതായത് കൊച്ചുവിനെയും അവരുടെ അച്ഛനെയും അമ്മേനെയും വെച്ച് നോക്കുമ്പോൾ മൃദുലേനെ ഒട്ടും കാണത്തില്ല അവർക്ക്. എന്തുകൊണ്ടാണ് അതെന്ന് അറിയത്തില്ല. മൃദുലേനെ അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പെട്ടെന്ന് എന്തുകൊണ്ട് ഇഷ്ടക്കേട് വന്നു എന്നുള്ളതിൻ്റെ റീസണും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അതേപോലെ അത് എന്തുകൊണ്ടാണെങ്കിൽ തന്നെ നല്ല 9 മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ഒരിക്കലും ഇങ്ങനെ അടിക്കാനോ ഉപദ്രവിക്കാനോ തെറി വിളിക്കാനോ ഒന്നും പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു. അത് നല്ല ശിക്ഷ കിട്ടേണ്ട ഒരു തെറ്റ് തന്നെയാണ്. അതിനെ ഒന്നും ആരും ന്യായീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവർ എടുത്ത ആ വീഡിയോ അപ്പം നടക്കുന്ന ആ ഒരു അടിയുടെയും കാര്യങ്ങളാണ് ഈ പ്രവീൺ വീഡിയോ എടുത്തേക്കുന്നത്. അതിന് മുമ്പ് അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിനെപ്പറ്റിയൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. എന്നിരുന്നാലും കാണുന്ന ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം വീട്ടിലുണ്ടായപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാനും മറ്റും എല്ലാം പറ്റി. പക്ഷേ അത് ഒരു വയലൻസ് ആണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ നിങ്ങൾക്കത് കംപ്ലയിൻറ്റ് ചെയ്യുമോ? അച്ഛനും അമ്മയ്ക്കാണെങ്കിലും അച്ഛനും അമ്മയ്ക്കെതിരെ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഉപദ്രവം, അതായത് ആ കൊച്ചിന് വയറ്റിൽ കിടന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പം അത് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നഷ്ടമല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം നിങ്ങളത് പോലീസിൽ വല്ലതും കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു വേണ്ടത്. അന്നേരം നിങ്ങൾക്ക് വീഡിയോ എടുക്കുക, അതിലും റീച്ച് കിട്ടുക, കുറേ വ്യൂസ് ഉണ്ടാക്കുക, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ അതേ രണ്ടുപേരും ചാനലിൽ നിന്ന് ആ വീഡിയോയും അൺലിസ്റ്റഡ് ആക്കി വെച്ച് ഡിലീറ്റ് ചെയ്തൊന്നും മാത്രം വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അവർക്ക് റവന്യൂ വേണമല്ലോ. അപ്പം ഡിലീറ്റ് ചെയ്തതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ വീഡിയോ രണ്ടുപേരും അൺലിസ്റ്റഡ് ആക്കി വെച്ചു, പബ്ലിക്കിനെ എല്ലാം അറിയിച്ചു. ഇത് ചിലപ്പോൾ ഒരു കേസിലോട്ട് മറ്റും പോകുമായിരിക്കും. കാരണം വലിയൊരു പ്രൂഫ് തന്നെയാണല്ലോ ഇങ്ങനെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പം ഇപ്പം കീർത്തന എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ കുട്ടി നല്ല ഇമോഷണലായിട്ടാണ് എല്ലാ കാര്യവും പറയുന്നത്. അന്നേരം എനിക്ക് കമൻസിൽ പലതിലും അവൾക്കെതിരെയായിട്ടാണ് പറയുന്നത്. ഇപ്പം അവൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതേപോലെ ഒരു ഫാമിലിയിലോട്ട് വലതുകാലം വെച്ച് കയറാഞ്ഞത് എത്ര നന്നായി എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ ഈ കൊച്ചു എന്ന് പറയുന്ന ഒരാൾ നല്ലൊരു മദ്യപാനിയാണ്. അതേപോലെ തന്നെ വീട്ടിൽ വന്ന് തെറി വിളിക്കുന്നു, സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു. അതേപോലെ ഗർഭിണിയായ ചേട്ടൻ്റെ ഭാര്യനെ തല്ലുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യനെ സ്വന്തമായിട്ട് ഒരു വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ഇത് പബ്ലിക് എല്ലാവരും അറിഞ്ഞു. ഒരിക്കലും നമ്മുടെ വീട്ടിൽ പല പ്രയാസങ്ങൾ, നമുക്ക് പല വിഷമങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ യൂട്യൂബൊക്കെ തുറന്ന് എന്തെങ്കിലും പാട്ട് കേൾക്കുമോ, സിനിമ കാണുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുകയൊക്കെ ചെയ്യുക. അന്നേരം നമ്മൾ വിചാരിക്കുമോ നമുക്ക് ഇതേപോലെ കഷ്ടപ്പാടാണല്ലോ, നമ്മുടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇതേപോലെ കെയർ ചെയ്യുന്നില്ലല്ലോ, എനിക്ക് വാരി തരുന്നില്ലല്ലോ, പെട്ടെന്ന് പോയി ബർത്ത്ഡേക്ക് പോയി ഓടിപ്പോയി സർപ്രൈസ് മേടിച്ച് കുറച്ച് ഗോൾഡും കുറച്ച് ഡ്രസ്സും അങ്ങനെ ഒന്നും മേടിച്ചുകൊണ്ട് വരുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാൻ വേണ്ടി ഓരോ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് ഓരോ കണ്ടന്റ് ഉണ്ടാക്കി ഇടുന്നതാണ്. ഇങ്ങനെയുള്ള ഫാമിലി ഇഷ്യൂസ് വന്ന് പബ്ലിക് ഫുള്ളായിട്ട് അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നത് ഈ മൃദുലയുടെ വീട്ടിലോട്ട് ഈ പ്രണവും അല്ല മൃദുലയും പ്രവീണും പോകുന്നതോ അവരുമായിട്ട് സഹകരിക്കുന്നതോ അവിടെ നിൽക്കുന്നതോ അങ്ങനെയൊന്നും ഈ ഫാമിലിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞപ്പം മകനെ പൂർണ്ണമായിട്ടും മരുമകളുടെ കയ്യിൽ വിട്ടുകൊടുക്കാനായിട്ട് പറ്റാത്ത അങ്ങനെ ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ബൈബിളിലൊക്കെ പഠിക്കുമ്പോൾ കാണാം, നമ്മൾ കല്യാണം കഴിയുമ്പം അത് സ്വന്തം മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരണം എന്നൊക്കെ നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മാതാപിതാക്കൾ അത് മനസ്സിലാക്കണം. നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മാതാപിതാക്കൾ വേണ്ടെന്നല്ല, പിന്നെ ഭാര്യ തന്നെയാണ് വലുത്, മാതാപിതാക്കൾ വലുതല്ലെന്നല്ല. നമ്മൾ വേറൊരു കുടുംബത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം പേരൻസിനെയും സഹോദരങ്ങളെയും വിട്ട് വേറൊരാളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലോട്ട് വരുന്നത്, പിന്നെ അവിടെ തന്നെയാണ് താമസം, ആ വീട്ടിൽ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാതെ ആ വീട്ടിലെ പണിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഈ വന്നു കയറുന്ന മരുമക്കളാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, അവരവരുടെ വഴിക്ക് വിടുക, നമ്മൾ അതിലൊന്നും പോയി ഇടപെടാനൊന്നും നിൽക്കരുത്.
അതേപോലെ മെയിനായിട്ടും ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ നല്ല വരുമാനം എന്തായാലും ഉണ്ട്. അപ്പം വരുമാനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ടുണ്ടായിരിക്കും, യൂട്യൂബ് ചാനലിൻ്റെ ഓണർഷിപ്പിൻ്റെ പേരിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇതിന് മുമ്പ് ആ വീഡിയോ, ആ ഫൈറ്റിങ്ങിൻ്റെ മുമ്പുള്ള ആ വീഡിയോയും കാര്യമൊന്നും അവരിട്ടിട്ടില്ല. അപ്പോൾ എന്ത് പറഞ്ഞാണ് വഴക്കുണ്ടായത് എന്ന് ഒന്നും അവരിട്ടിട്ടില്ല. അപ്പം ഇതേപോലെ നല്ലൊരു വഴക്കുണ്ടാക്കണമെങ്കിൽ ഇതിന് മുമ്പ് വേറെ വലിയതായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കാണണം. അതുപോലെ തന്നെ ഇപ്പം ആ വീഡിയോ അൺലിസ്റ്റ് ചെയ്യാനുള്ള പബ്ലിക്കായിട്ടൊരു കാര്യം പറഞ്ഞാണല്ലോ. അപ്പം വീഡിയോ അൺലിസ്റ്റ് ചെയ്തിടാൻ എന്താണ് കാരണം എന്നുള്ളത് രണ്ടുപേരും അതുകൂടെ വന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ബൈ.